Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. ഡോക്ടർ എന്നാ പറഞ്ഞേ? ഇപ്പൊ കണ്ണിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞു. സമാധാനായി. പക്ഷെ അടുത്ത കാഴ്ച നഷ്ടപ്പെടുമെന്നും കൂടി പറഞ്ഞു. ഓ സമാധാനമായി. ആരാ പറഞ്ഞ എവിടെടാ? ആ എന്താ അമ്മേ, അമ്മക്ക് കണ്ണിനല്ലേ പ്രശ്നമുള്ളൂ, ചെവിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെന്താ ശബ്ദം മനസ്സിലാവാത്തത്? അച്ഛമ്മ ഞാൻ പറഞ്ഞതേ നമുക്കിത് ചികിത്സിച്ച് മാറ്റാം, അങ്ങനെ പറഞ്ഞ മെത്തേഡ്സ് ടെക്നിക്സ് അല്ലാതെ. ഓ ഇതിനൊരു ചികിത്സയൊന്നും ഇല്ലടാ കൊച്ചേ. വെളിച്ചത്തേക്കൊന്നും കാണിക്കാൻ പാടില്ല, ഇരുട്ടത്തിരുന്നോളാനാ പറഞ്ഞു. അതിനാണോ ഈ ഗ്ലാസ് ഒക്കെ വെച്ചക്കണേ? കണ്ണ് തുറന്ന പാട് കാഴ്ച നഷ്ടപ്പെടുന്ന ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് കണ്ണടച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ് വെക്കണം എന്ന്. ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മേ ആ ഗ്ലാസ് ഇങ്ങോട്ട് ഊരിക്ക്. ഊരണ്ട. അമ്മേ മകനാ പറയുന്നത്, ഊരേ. നിങ്ങളല്ലല്ലോ ഡോക്ടർ അടുത്ത് പോയേ, ഞാനല്ലേ പോയത്. കണ്ണു തുറന്നേ. കണ്ണ് തുറന്ന പാട് കാഴ്ച പോകും. അമ്മേ കണ്ണ് തുറക്കാൻ. ഗ്ലാസ് കൊടുത്തരാം. നീ ഇങ്ങോട്ട് മാറിക്കേ. അച്ഛമ്മയുടെ മകനാണത് പറയണേ. ഗ്ലാസ് കൊടുത്തരാം. അമ്മ ഡോക്ടർ പറഞ്ഞത് ഞാനും അമ്മയും മാത്രമേ കേട്ടത്, ഇവരൊന്നും കേട്ടിട്ടില്ല. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല മക്കളെ. നേരെ കണ്ണു വെച്ച് നോക്ക്. തുറക്കല്ലേ. ഇത് എത്രയാ? ഇത് ഒന്നും കാണാൻ പറ്റുന്നില്ല, പിന്നെ എത്രയാന്ന് എന്നോട് ചോദിക്കല്ലേ. എന്തുവാടി? ഏതായാലും കാഴ്ച ശക്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അമ്മ നേരെ നോക്കി ഇങ്ങോട്ട്. എന്നെ മക്കളെ കാണാൻ പറ്റുന്നില്ല എല്ലാം. അച്ഛമ്മ വന്ന് കിടക്കുവാ. നീ കൊണ്ട് മുറിയിൽ നിർത്തിക്ക്. കൊടുത്ത കണ്ണാടി അതുകൊണ്ട് അവിടെ വെച്ചോട്ടെ. എന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ചാ ശരീരം പൊങ്ങാതെ ആ മുറി കൊണ്ടിരുത്തിയല്ലേ. ഇനിയുള്ള ശിഷ്ടകാലം ഞാൻ അവിടെ കഴിഞ്ഞോളാം. അച്ഛമ്മ കണ്ണടയാണോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നതാ ഇത്? കണ്ണിനെ വെക്കണം. അത് വെച്ചപ്പോ കണ്ണു കാണുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് ഒരാളുടെ കാഴ്ചയൊക്കെ പോകും. വേറൊരു കാര്യം കൂടി ഡോക്ടർ പറഞ്ഞായിരുന്നു, ടെൻഷൻ അടുപ്പിക്കരുത്. ഓ അത് ശരി. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാ നീ അമ്മ ഇത്ര നേരം ടെൻഷൻ അടുപ്പിച്ചല്ലേ? ഞാനുള്ളതല്ലേ പറഞ്ഞത്. എന്തോന്നാടി? അപ്പ അച്ഛമ്മയുടെ കാഴ്ച ശരിക്കും പോയാ? ഇവരല്ലേ പോയത്, ഇവർക്കല്ലേ അറിയാവുള്ളൂ. നിനക്ക് സന്തോഷായല്ല? അച്ചമ്മയ്ക്ക് കാഴ്ച പോയാലും ചെവി കേൾവി പോയാലും ഒക്കെ നിനക്ക് ഹാപ്പിയാ. ഒന്നാമത് അതിന്റെ ഒരു ചെവി കേൾക്കത്തില്ല, ആ ഒരു ചെവി ഈ ബഹളം വെച്ചോണ്ടാക്കുന്നത്. ഇപ്പൊ കണ്ണും കൂടെ പോയി. ആ ഒരു ചെവി കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് കറക്റ്റ് കേൾക്കുന്നുണ്ടല്ലോ. ആ എനിക്ക് വേറെ പണിയുണ്ട്. അമ്മ ഞാനുണ്ട്. അച്ഛാ ഒന്നും വന്നു. എന്തിനാടാ? ഒന്നും ഒരു കാര്യം പറയാനൊന്നു. ഞാനും വരാം. നീ വരണ്ട, നീ അങ്ങോട്ട് നീ അവിടെ വന്നേ. പിള്ളേരുടെ പ്രായത്തിനൊത്ത് കളിച്ചു അവിടെ നിൽക്കാം. എന്നാ പറയാം. എന്തുവാണ് ഇത്? അച്ഛാ ഈ കിട്ടിയ അവസരം നമ്മൾ മുതലെടുക്കണം. ഏത് അവസരം? ഇപ്പൊ അച്ഛമ്മയെ കണ്ണ് കാണത്തില്ലല്ലോ, അതുകൊണ്ട് ഈ തക്കത്തിന് അച്ഛമ്മയുടെ മുറി കയറി എല്ലാം നമ്മൾ അടിച്ചു മാറ്റണം. വൃത്തികെട്ടവനെ, അമ്മയുടെ കണ്ണിന്റെ കാഴ്ച പുറത്ത് പോയതോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമ്പോ അടിച്ചു മാറ്റണം. അച്ഛമ്മയെ കണ്ണുള്ള പച്ചൻ എല്ലാം കയറി അടിച്ചു മാറ്റല്ല, മൂക്കിന്റെ തുമ്പത്തോടെ, അതിന് കുഴപ്പമൊന്നുമില്ലേ? കണ്ണുള്ളപ്പോ അടിച്ചു മാറ്റുന്ന പോലെ അല്ല കണ്ണില്ലാത്തപ്പോ. കണ്ണുള്ളപ്പോ അത് ഒരു കള്ളത്തരമായിട്ട് പോകും. ഇതങ്ങനല്ല, ദ്രോഹമല്ലേ? ഓ എന്നാ വേണ്ട കുഴപ്പമില്ല, ഞാൻ പോക്കോളാം. നീ എവിടെ പോകുന്നു? ഇല്ലടാ അവിടെ. ഇനി ഇതുപോലെ ദൈവത്തിന് നിരക്കാത്ത കള്ളത്തരവും കൊണ്ട് എന്റെ മുമ്പിൽ ഒന്നാ ഒട്ടിച്ചിനും ഒന്നുകളായി ഞാൻ. ദേ കാലം മുന്നോട്ട് പോകുന്നവർ ഇതെല്ലാം അങ്ങ് പപ്പാതിയാഴ് സരിതയപ്പച്ചയ്ക്ക് മോക്കും അങ്ങ് പോവും. അത് വേണോ അതോ ഇപ്പൊ അവസരം മുതലാക്കി എല്ലാം കൂടെ അങ്ങ് തൂത്ത് പെറുക്കി എടുക്കണം? അച്ഛൻ ആലോചിക്കും. മിണ്ടരുതി. ഇനി ഇതുപോലെ കള്ളത്തരം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അച്ഛമ്മയുടെ മുറിയിൽ ഒരു മൊട്ടുസൂചിയെങ്കിലും പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ പൊക്കി അകത്താക്കൂടാ. ഓക്കെ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, അച്ഛനൊന്നും കേട്ടിട്ടുമില്ല, എല്ലാം അയച്ചു പറഞ്ഞു കേട്ടോ. ഞാൻ പോവാ, ശരി. ഇങ്ങനെയൊക്കെ ആയ കൊള്ളാം. വേണുക്കുട്ട, അളിയാ, ഞാൻ അച്ഛന്റെ സ്വർണം പതിപ്പിച്ച പല്ലുമായി അളിയന്റെ ഒക്കെ വരും. അളിയനെന്ന് എങ്ങനെയെങ്കിലും വിറ്റ് പൈസ തരണേ. കിട്ടിയ വഴിയൊക്കെ ഞാൻ പിന്നെ പറയാം.
നീ ഇത് വിൽക്കാനുള്ള വഴി പറഞ്ഞാടേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ അതൊക്കെ ഏറ്റു. നീ വയ്ക്കേ. എന്ത് എന്ത് എന്താ നീ ചിരിച്ചേ? എനിക്കറിയാം അവസരം കിട്ടി അച്ഛൻ ഈ വീടിന്റെ അടിവാരം വരെ തോണ്ടുവന്നു. എടാ അതെ, ഒരു പ്രശ്നമുണ്ട്. എന്ത്? അച്ചമ്മയ്ക്ക് യഥാർത്ഥത്തിൽ കണ്ണ് കാണാവോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് ഉറപ്പിക്കണ്ടേ? അച്ഛമ്മേ കണ്ണൊന്നും കാണത്തില്ല, ഞാൻ ഉറപ്പാ. ഞാൻ എല്ലാം കണ്ണ് കാണത്തേ ഇല്ല, ഫുൾ അടിച്ചു പോയി. നീ വെറും പൊട്ടനാ. നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. എന്തുറപ്പാ നിനക്കുള്ളത്? ഞാൻ കണ്ടു. എന്ത്? അമ്മ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന. എന്നിട്ട് അച്ഛമ്മ അറിഞ്ഞില്ലെന്ന്. സത്യം? എന്നാലും ഈ അമ്മ ആയതുകൊണ്ട് എനിക്കങ്ങോട്ട് വിശ്വാസമില്ല. ഭയങ്കര അഭിനയല്ലേ? ചിലപ്പോ കണ്ണ് കാണില്ലെന്ന് അഭിനയിച്ചിട്ട് നമ്മളെ കയറി പിടിച്ചു കളയും. ഇത് അവനെയൊന്നും അല്ല, സമയം കളയാനുമില്ല നേരം. അച്ഛൻ വേണം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് നമുക്ക് ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യാം. അത് ചുമ്മാ ഇനി ടൈം പോകും. കുഴപ്പമില്ല, എന്നാലും ഞാനൊന്ന് ഉറപ്പിക്കട്ടെ. ഇതേ ഉള്ള കാര്യം ഞാൻ പറയാം, സമയമില്ല, ചുമ്മാ ടൈം വേസ്റ്റ് ആക്കല്ലേ. എടാ അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീടിന്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പഠിച്ചെടുത്ത് തുടങ്ങാന്ന്. ഒന്ന് ക്ഷമിക്കേ, നീ അച്ഛന്റെ മകനല്ലേ? അതെ, ഇതിപ്പോ ഞാൻ കണ്ടു. വേണുകുട്ടനായിരിക്കും അല്ലേ ഫോണില്? വേണുകുട്ടൻ ആണ്. ഇങ്ങനെ മണ്ടന്മാരെ ഞാൻ ഉള്ളപ്പോ എന്തിനാ വേണുകുട്ടൻ ഓരോ മണ്ടന്മാരെയും വിളിയും കയ്യിലുള്ള പ്ലാൻ എല്ലാം സ്പോയിൽ ആവുകയും ചെയ്യും. നീ ആദ്യമായിട്ടല്ലേ ഒരു ബുദ്ധിയുള്ള കാര്യം പറയുന്നത്? ഇന്ന് വരെ നീ മണ്ടത്തരല്ലാതെ വേറെ പറഞ്ഞിട്ടുണ്ടോ? ഇത് നടത്താൻ പറ്റില്ല, അത് പറ. നടത്തണമല്ലോ. ആ ഞാൻ അപ്പുറത്തോളം കാണും, എന്നെ വിളിച്ചാൽ മതി. ആ പിന്നെ കണ്ടത് നിന്റെ മണ്ടപുരത്തരത്തിന് പോയി പെങ്ങന്മാരുടെയൊക്കെ വല്ലതും പറഞ്ഞു കൊടുത്ത അവളമാരായാലും വല്ല പ്ലാനൊക്കെ ഉണ്ടാക്കണം അടിച്ചു വേണ്ട. എനിക്ക് എന്ത് അച്ഛൻ വേണോ ഞാൻ ഇത് എന്തുവാണ് ഇത്? കുടുംബം അടച്ച് കള്ളന്മാര്. ഇവന് വക്ര ബുദ്ധി, അവൻ പറയുന്നു അവന്റെ പെങ്ങന്മാർക്കും വക്ര ബുദ്ധിയാണെന്ന്. എന്താവട്ടെ, സ്വർണ ഗോപുര പല്ലുകൾ വിറ്റു ഞാൻ. അച്ഛമ്മ എന്തൊരു പാവല്ലേ? അത്ര പാവമൊന്നല്ല നിന്റെ അച്ഛമ്മ. അച്ഛമ്മ കണ്ടുപോയിണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയാൻ പാടോ? ഞാൻ പറയും മോളെ, ഞാൻ പറയുന്നതിൽ എന്നാ തെറ്റ്? ഞാൻ ആ ബനാറസ് സാരി ചോദിച്ചിട്ട് എനിക്ക് തന്നാ. ആ സരിത ചോദിച്ചപ്പോ വേഗം അങ്ങ് എടുത്തു കൊടുത്തല്ലോ. അമ്മയ്ക്ക് സാരിയാണോ വലുത്, അതോ അച്ഛമ്മയ്ക്ക് കണ്ടുപോയിണ്ടിരിക്കുന്നതാണോ? ആ എനിക്ക് സാരി തന്നെയാ വലുത്. എന്തൊരു വൃത്തിയുടെ സ്വഭാവമാണ് അമ്മേ. ആ എന്റെ വൃത്തിയുടെ സ്വഭാവം തന്നെയാ. നീ എന്റെ സ്വഭാവം നന്നാക്കാൻ നിൽക്കണ്ട മതോ. ഞാൻ എന്തായാലും അച്ഛമ്മേനെ ശുശ്രൂഷിക്കാൻ തീരുമാനിച്ചു. അമ്മയും ശുശ്രൂഷിക്കണം. നീ ശുശ്രൂഷിച്ചോ, അതിന് നീ എന്തിനാ എന്നോട് പറയാൻ നിൽക്കുന്നത്? ശുശ്രൂഷിക്കേ, എനിക്ക് അതല്ലേ പണി. അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർപ്പാ. പറയട്ടെ പറയട്ടെ പറയട്ടെ, കുറെ നേരായി. അതെ അതെ, നമ്മളെ ഈ വയ്യാണ്ടിരിക്കണവരെ ശ്രദ്ധിച്ചറിയാം. അവർക്ക് വയ്യാണ്ടാവുമ്പോ ചില സ്വഭാവങ്ങളിലൊക്കെ മാറ്റം വരും. മാറ്റം വരുമോ? ഉറപ്പായിട്ടും വരും. അപ്പൊ നമ്മള് അച്ഛമ്മനെ ശുശ്രൂഷിച്ചാ എന്താ, അച്ഛമ്മയ്ക്ക് നമ്മളോട് ഒരു സിമ്പതി തോന്നും. അപ്പൊ അച്ഛമ്മ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തരും. എന്താണെന്നൊന്നും പറയാത്തെ? ആ ഈ നീയാന്ന് എന്റെ സ്വഭാവം മിസ്റ്റേക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ മനസ്സിലിരിപ്പാണ് ഇപ്പൊ ശരിയല്ലാത്തത്. എന്റെ മനസ്സിലിരിപ്പിനാണ് എന്താ ഒരു കുഴപ്പം? ഞാൻ അച്ഛമ്മനെ മര്യാദയ്ക്ക് നോക്കുന്നല്ലേ പറഞ്ഞോളൂ. അപ്പൊ അച്ഛമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് എഴുതി തരും. അതിനിപ്പോ എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. നീ അച്ഛമ്മേനെ പറ്റിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കു പോ. വെറുതെ എന്നെ വിട്ടാട്ടെ. ഞാൻ പറ്റിക്കൊന്നല്ല, ഞാൻ അച്ഛമ്മേനെ ശുശ്രൂഷിച്ചിട്ട് സോപ്പിട്ടിട്ട് വരാം കേട്ടാ. എന്തൊക്കെ ഉരുപ്പിത്? ഇത് എന്നോട് സ്നേഹം അഭിനയിക്കുന്ന അമ്മോ. ഇതെന്തിന്റെ ശബ്ദമാ കേൾക്കണ മക്കളെ? അത് അടയ്ക്കാ കുരുവിയുടെ അച്ഛമ്മേ. ആ ഇനി കാക്കേനെയും കുരുവിനെയും കൊക്കിനെയും ഒന്നും അച്ഛമ്മയ്ക്ക് ഇനി കാണാൻ പറ്റില്ല. അപ്പൊ അച്ഛമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റത്തില്ല, സങ്കടമൊന്നുമില്ലേ? ഓ നിന്റെ തലേനെ കാണാതിരിക്കുന്ന നല്ലത്. എന്ത് വർത്താനം അച്ഛമ്മ? അച്ഛമ്മയ്ക്ക് കണ്ണു വയ്യാണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ നോക്കണം ഞാനില്ലേ? നിന്റെ തലേനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ലടി. അച്ഛമ്മ എന്നെ വിശ്വസിക്കാം. എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലേ നിന്റെ മനസ്സിലെ കുരുട്ട് എനിക്ക് തിരിയും. അച്ഛമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. അമ്മേ കേക്കുന്നില്ലേ? ആ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാനും ഇവളും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ.
അമ്മയോട് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ സൂര്യപ്രകാശം ഒന്നും കൊണ്ടുവിടാ കണ്ണിന് പ്രശ്നം വരുമെന്ന്. ആ വിട്ടേ എന്റെ കയ്യിൽ നിന്ന്. എന്റെ കണ്ണിന്റെ ഉള്ള കാഴ്ചയും കൂടെ നഷ്ടപ്പെടുത്താനാ അവളെ പിടിച്ചോണ്ട് നടക്കുന്നത്. റൈറ്റ് ലെഫ്റ്റ് നേരെ നേരെ നേരെ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ വെറുതെ വന്നതല്ലേ. ഞാൻ മര്യാദക്ക് അച്ഛമ്മേനെ സോപ്പിട്ട് ഒരു ലെവലിൽ കൊണ്ടുവരായിരുന്നു. 2 എണ്ണം കിട്ടാൻ ഞാൻ നന്നായി. അമ്മയ്ക്കോ സോപ്പിടാൻ പറ്റില്ല. എന്നാൽ കഴിവുള്ളവർക്കെങ്കിലും സോപ്പിട്ട് ഒരു കാര്യം സാധിക്കാന്ന് വെച്ചപ്പോ നശിപ്പിച്ച്. എന്റെ മോക്ക് സങ്കടായി പോയോ? ആ സങ്കടായി. എന്നാ പിന്നെ എന്റെ മോള് പോയിട്ട് സോപ്പിട്ട് പതപ്പിച്ച് ആക്കിയിട്ട് വാ ഒന്നും കൂടി. ഞാൻ പോയിട്ട് വരാം. അടികൊള്ളാതെ നോക്കണേ. ആ ഈ സ്വർണ്ണത്തൊല്ലൊക്കെ അമ്മ എവിടെ കൊണ്ടാ വെച്ചിരിക്കുക? കാണുന്നില്ല. ആരാ എന്റെ മുറിയില്? ചോദിച്ചത് കേട്ടില്ലേ? ആരാ എന്റെ മുറിയിൽ നിന്ന്? ഞാൻ മിണ്ടാമോലെ ആരാന്ന് ചോദിച്ചു. ഇപ്പം മിണ്ടായിരിക്കോടാ. ആരാ? ആ നീയായിരുന്നോ? എടാ, നിന്നോട് അലമാര തുറക്കരുതെന്ന് പറഞ്ഞില്ലടാ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ കണ്ണ് കാണാല്ലേ? ഞാനിതെല്ലാം കറക്റ്റ് സ്ഥലത്തുണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാ. ആ അങ്ങനെ ഇപ്പൊ നോക്കണ്ട. വേണ്ടതേ സഹായിക്കാമെന്നോ അതിപ്പോ ഉപദ്രവമായോ? എന്നാ നോക്കുന്നു? ഇവിടെയൊക്കെ ഒന്നുമില്ല. കഷ്ടം തന്നെ കേട്ടാ. മക്കളെ പോലെ ഒരു വിശ്വാസവും ഇല്ല. ഇറങ്ങിപ്പോടാ എന്റെ റൂമിൽ നിന്ന്. ഇറങ്ങി പോകാൻ അങ്ങോട്ട്. എന്തിന് പോവില്ല നീ? ഓ എന്നാ പോവിളിപ്പോ. ആ പോടാളിപ്പോ. ആ ഗാന്ധാരി സിൻഡ്രോം പിടികിട്ടി. ഗാന്ധാരി കൊണ്ട് കണ്ണും മൂടി കെട്ടി ഇത് കണ്ണട വെച്ചോണ്ട് ആൾക്കാരെ പറ്റിച്ചോണ്ട് നടക്കുക. നാണമില്ല. എന്തൊന്നും നാണമില്ല. എനിക്കൊരു നാണമില്ല. നിന്നോടാ ഇവിടെ നിൽക്കരുത്. ബഹളം വയ്ക്കുന്നതിനാ? പരിശോധിക്കാൻ വന്നിരിക്കുന്നു. അമ്മയ്ക്ക് കണ്ണ് കാണത്തില്ല. നിന്നോട് ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ? ഇടി അത് കള്ളത്തരെ വാടി. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? അമ്മയ്ക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന്. അതാ ഞാൻ ചോദിച്ചേ, അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത് എന്ന്. അതെ, ഞാൻ അമ്മയുടെ മുറിയിൽ പോയിട്ട് ആ അലമാരിയൊക്കെ തുറന്ന് 1-2 കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ കണ്ണും തുറന്ന് ബഹളം വെച്ച് അവിടെ വന്നില്ലേ? അന്ന് നമ്മളെ റൂമിൽ അലമാരിയില്ലേ പോയി നോക്കാൻ വേണ്ടിട്ട്? എന്താടി ഇത്? എൻ്റെ അച്ഛൻ്റെ സ്വർണ്ണപ്പല്ല് അമ്മയുടെ അലമാരിയിലല്ല, പിന്നെ നമ്മുടെ മുറിയിലെ അലമാരിലാണോ ഇരിക്കുന്നത്? മോഷ്ടിക്കാൻ പോയതാണല്ലേ? മോഷ്ടിക്കാൻ പോയതല്ല. എനിക്ക് കൂടെ അവകാശപ്പെട്ടൊരു സാധനം ഒന്ന് തപ്പി നോക്കി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം. നിങ്ങൾക്ക് നാണുണ്ട് അമ്മയുടെ അലമാരയിൽ മോഷ്ടിക്കാലം പോയ ഇതെല്ലാം കണ്ടിട്ടല്ലേ നമ്മളെ മക്കൾ പഠിക്കുന്നത്? എൻ്റെ അമ്മയുടെ അലമാരി തപ്പുന്നത് ഞാനെന്തിനാണ് കാണിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ കാണിക്കുന്ന കണ്ടിട്ടല്ല പിള്ളേർ പഠിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ ആൺസന്താനം ഉണ്ടല്ലോ സഞ്ജു, അവനാ ഈ ബുദ്ധിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ആൺസന്താനം എന്റെ മാത്രം മകനല്ല, നിങ്ങളതും കൂടിയാ. 85% പക്ഷെ നിന്റെ ബുദ്ധിയും 15% എന്റെ ബുദ്ധിയാ. അതിന് ഞാൻ ഖേദിക്കുന്നു. എന്തേ ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്താടി അമ്മയുടെ അടുത്ത് നല്ലപോലെ കിട്ടിയല്ലേ? നീ എങ്ങനെ കണ്ടു? നീ എങ്ങനെ? നിങ്ങളെ നടപ്പും സംസാരമൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. ഇന്നും ഇന്നലെയും കാണുന്നതല്ലല്ലോ ഞാൻ. നടപ്പും സംസാരം കൊണ്ടൊന്നുമല്ല, നീയും അവിടെ ഒളിഞ്ഞു നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ? എനിക്ക് ആ പണിയില്ല ഒളിഞ്ഞു നോക്കൽ. ഒരു സത്യവാൻ സാവിത്രി കളി. എടീ നീയും അതിന് തന്നെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ ഞാനും എൻ്റെ മക്കളും അങ്ങേരും കൂടെ എത്ര യാത്ര ചെയ്ത കാറാ. എനിക്കിപ്പോ ഈ കാറൊന്നും കാണാനും പറ്റാതായല്ലോ ദൈവമേ. ഓറഞ്ചാ ഓറഞ്ചാന്ന് എനിക്ക് മനസ്സിലായി.
അച്ഛമ്മ കണ്ണ് കാണില്ലല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. കണ്ണ് കാണാണ്ട് മൂക്കൊണ്ട് പറയാൻ വില കുറഞ്ഞു. പിന്നെ കണ്ണ് കാണുന്ന ആളാണോ മോത്തേക്ക് തുപ്പിയത്? ആ ഞാൻ അച്ഛമ്മേനെ നോക്കിക്കോളാം. പിന്നെ നീ പോടുന്നത് ഇതെന്റെ അച്ഛമ്മയാ. അച്ഛമ്മേനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞല്ലോ. ഞാനല്ലേ ചേച്ചി, നീ മാറി. എന്നാ അനിയത്തിമാർക്ക് എന്താ നോക്കിക്കൂടെ? മാറടിയോ, ഞാനാണ് ചേച്ചി, ഞാൻ നോക്കിക്കോളാം. നേരത്തെ എന്തൊക്കെയാ പറഞ്ഞത്? അച്ഛമ്മ അല്ല പറയണേ ശരി, അമ്മയാണ് പറയണേ ശരി. ഇപ്പൊ എന്തോ പറ്റി? നീ അങ്ങനെ പറഞ്ഞോടി. അത് അച്ഛമ്മ എനിക്ക് അപ്പൊ തോന്നിയ അമ്മ പറയണതാ ശരിയെന്ന്. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി അച്ഛമ്മ പറയണത് തന്നെയാണ് ശരിയെന്ന്. ഇപ്പെങ്കിലും നിനക്ക് തോന്നിയല്ലോ അച്ഛമ്മ ശരിയെന്നു. അച്ഛമ്മ എനിക്ക് പണ്ടേ തോന്നിയതാ. അച്ഛമ്മേനെ ഞാൻ നോക്കിക്കോളാം. ഓർഞ്ഞു കൂട്ടാടി. വേണ്ട, ഞാൻ നോക്കിക്കോളാം. എന്നാ അച്ഛമ്മ ഞാൻ കൊടുത്തോളാം. അച്ഛമ്മക്ക് ഓറഞ്ച് അതിങ്ങി അന്നേ പൊടി. നിനക്ക് ഓറഞ്ച് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നാ അച്ഛമ്മ കഴിക്കച്ഛമ്മ. ഞാൻ നോക്കിക്കോളാം. നീ പൊടിയാണ്, ഞാൻ നോക്കിക്കോളാം. എന്റെ ചേച്ചി കൊറേ അങ്ങ് സോപ്പിടല്ലേ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഞാനാണ് ചേച്ചി, ഞാൻ നോക്കിയിട്ട് നീ നോക്കിയാ മതി. നിങ്ങൾ രണ്ടാളും എന്നെ നോക്കണ്ട. എന്നെ നോക്കാൻ എന്റെ മരുമോളുണ്ട്. പിന്നെ പുഷ്പ നോക്കിയിരുന്നോ? ആ എനിക്ക് ഈ വീട്ടിൽ എന്നോട് സ്നേഹമുള്ള അവള് മാത്രമേ ഉള്ളൂ. അവളെന്നെ നോക്കിക്കോളൂ. നീയൊന്നും എന്നെ നോക്കണ്ടടി. പുഷ്പനെ ഒന്ന് സോപ്പിടാം, അല്ലെങ്കിൽ പിന്നെ ആകെ ഇടങ്ങാറാവും. നേരെ പോ. ആ ഇപ്പൊ നിനക്ക് സമാധാനായില്ല? ആ സമാധാനായി. ഇത് കൂടി ഇരിക്കട്ടെ. പോരട്ടെ ചേച്ചി, പോടി. എങ്ങോട്ടാ പോയേ? മോളെ പുഷ്പേ, പുഷ്പേ, എടേ പുഷ്പേ. എന്നാ അമ്മ എങ്ങനെ വിളിച്ചു പോകുന്നേ? ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അമ്മയുടെ വിളി കേട്ടിട്ട് ഇപ്പൊ ഇവിടെ വന്നതേ ഉള്ളൂ. ആ നീ ഇത് കണ്ടോടി. അന്നാ അത് സാരിയല്ലെന്നാ? ഇതാ ബനാറസ് സാരിയേക്കാളും വില കൂടിയ സാരിയാ. സരിത കൊടുക്കാനായിരിക്കും. സരിതയ്ക്കൊന്നും അല്ല, പിന്നെ നിനക്ക് തരാനാ. അന്ന് ഇപ്പൊ അങ്ങനെ ഒരു മനസ്സ് മാറ്റം? മനസ്സും അറിയൊന്നും അല്ലടി. പിന്നെ നീയാടി ശരി. ശരിക്കും കാഴ്ച പോയപ്പോങ്കിലും മനസ്സിലായല്ലോ. എൻ്റെ അലമാരിയിലേ ഒരുപാട് സാരിയുണ്ട്, ഒക്കെ നിനക്ക് തരാം. ഓ എനിക്ക് അങ്ങനെ സാരിയൊന്നും വേണ്ടായിരുന്നു. വേണ്ടേ? ആ വേണ്ടെങ്കിൽ വേണ്ട. അല്ല ഞാനൊരു ഇങ്ങനെ ഒരിക്കലും പറഞ്ഞതാ അമ്മേ. അല്ല എല്ലാ സാരിയും കൂടി എനിക്ക് വന്നാ പിന്നെ അമ്മക്ക് സാരി വേണ്ടേ? ഓ ഈ കണ്ണു കാണാൻ മേലാത്ത ഞാൻ ഇനി ഈ സാരിയൊക്കെ കൊടുത്ത് എവിടെ പോകാനടി കുഞ്ഞെ? കണ്ണ് കാണുന്നില്ലെങ്കിലും ഉടുതുണി വേണ്ടേ അമ്മേ? ഇന്നോ നാളെയോ പോകാനിരിക്കുന്ന ഞാൻ എന്തിനാടി ഉടുതുണി ഉടുക്കുവോ ഉടുക്കാതിരിക്കുവോ എനിക്കറിയേണ്ട ആവശ്യമുണ്ടോ? ഒക്കെ നിനക്ക് തന്നേക്കാം. അപ്പൊ ഈ വീടോ? ആ തരാം. തരൂ. പിന്നെ തരാം. പാവ അമ്മ, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. മനസ്സ് മാറിയിട്ട് ഈ സാരി തിരിച്ചു ചോദിക്കുവോ? എടാ എനിക്കും ആഗ്രഹമില്ലാതെ തല്ലട വേണക്കുട്ടാ. ആ സ്വർണ്ണപ്പല്ല അമ്മയെടുത്ത് എവിടെ ഒളിപ്പിച്ചു വെച്ചതാ. എന്തൊക്കെ സ്വപ്നമായിരുന്നല്ല വേണക്കുട്ടാ, കഷ്ടമായി. അല്ല വണ്ടി അത് നോക്കാൻ പോണം. പിന്നെ ശരി വെച്ചോ, ഞാൻ വിളിക്കാം. ഇപ്പൊ കുറച്ച് തിരക്കില്ല. ആരായിരുന്നു അച്ഛാ ഫോണില്? ആരായ നിനക്കെന്ത്? എനിക്കറിയാം, വേണുങ്ങളല്ലായിരുന്നോ? വേണു അങ്കിൾ. എടേ അവൻ എന്റെ കൂട്ടുകാരനാ. എന്നെ ഇടക്കിടക്കൊക്കെ വിളിക്കും. ഞങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ട്. രണ്ടും കൂടെ എന്നെ സൈഡാക്കാനാ പ്ലാൻ അല്ലേ? എന്തോന്ന് ഭാഷയുടെ ഈ പറയുന്നത്? സൈഡാക്കാനാ? നീ എന്താ ഈ ഇലക്ട്രിക് പോസ്റ്റ് വല്ലതും ആണോ? അത് തന്നെ ഞാൻ പറഞ്ഞത്, എന്നെ പോസ്റ്റാക്കാണ് രണ്ടും കൂടെ പ്ലാൻ കിടന്നത്. എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ല ഇല്ലേ? എന്നാ പോയി വിട്ടോ കളം ഫ്രീ ആക്കും. അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതിന്റെ ഷെയർ എനിക്ക് വേണം.